ഹായ് എവരിവൺ. ചെറുപയറ് നമ്മൾ ഏത് വിധത്തിൽ കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമെന്ന് നമുക്ക് നോക്കാം. ചെറുപയർ വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കറിയായിട്ടോ പുഴുങ്ങിയോ മറ്റു കഴിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് നോക്കാം. ചെറുപയർ എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സോഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ധാന്യവർഗ്ഗമാണ്. കൂടാതെ ഇതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്, പൊട്ടാസ്യം, മാഗ്നീഷ്യം, അതുപോലെ സെലീനിയം പോലുള്ള മിനറൽസ് ഉണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട്, അതുപോലെ അയണും വളരെ ഉയർന്ന അളവിൽ ഇതിൽ കണ്ടുവരുന്നുണ്ട്. ചെറുപയർ വന്നിട്ട് നമ്മുടെ LDL കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഹൈപ്പർ കൊളസ്ട്രീമിയ കണ്ടീഷനിൽ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള കണ്ടീഷനിൽ, അതുപോലെ പ്രമേഹ രോഗമുള്ളവരിലും അമിതവണ്ണമുള്ളവരിലും ഇത് ഒരു നേരത്തെ ആഹാരമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പുനർനിർമ്മാണത്തിന് സഹായിക്കുകയും അമിത ക്ഷീണം കുറയ്ക്കാനും സഹായിക്കുന്നതുകൊണ്ട് തന്നെ പനി പോലുള്ള മറ്റ് പ്രശ്നങ്ങൾ വന്നു പോകുമ്പോൾ നമുക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി ചെറുപയർ കഞ്ഞി കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കൂടാതെ ഇതിൽ ധാരാളം ഫോളേറ്റ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഗർഭിണികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള ഉയർന്ന അയൺ കണ്ടന്റ് വന്നിട്ട് കുട്ടികളിലെ വിളർച്ച മാറ്റാനും സഹായിക്കുന്നു. കൂടാതെ നമ്മൾ ചെറുപയർ വന്നിട്ട് മുളപ്പിച്ച് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രോട്ടീൻ കണ്ടന്റ് ആയാലും മിനറൽ കണ്ടന്റ് ആണെങ്കിലും ഡയറക്റ്റ് കഴിക്കുന്നതിന് താരതമ്യേന കുറച്ച് കുറവായിരിക്കും. എപ്പോഴും നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്ന ചെറുപയറിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആന്റി ഓക്സിഡൻസ്, ഇത്തരം ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ തടയാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നു. സോ നമ്മൾ എപ്പോഴും മുളപ്പിച്ച് ചെറുപയർ അത് നമ്മൾ ചെറിയ സാലഡ്സ് ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് സാലഡ് രൂപത്തിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു.